ഹലോ വെൽക്കം ബാക്ക് ടു എ സ്മോൾ വേൾഡ് ബൈ അച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലട പായസമാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പാലും തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വീഡിയോ എടുക്കണമല്ലോ, എല്ലാവർക്കും ഷെയർ ചെയ്യണമല്ലോ, എൻ്റെ രീതിയിലുള്ള പാലട പായസം എങ്ങനെയാണെന്ന് നിങ്ങൾക്കും കാണിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ വേഗം പോയി ഫോണെടുത്ത് വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടപ്പ് കത്തിച്ച് ആവശ്യത്തിനുള്ള ഒരു 5-6 ലിറ്റർ പാക്കറ്റ് പാലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു നാല് ആ കാണുന്ന കയ്യിലില്ല, അതിൽ 4 കയ്യിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിൽ തീയും വെച്ചിട്ടുണ്ട്. ഓൾറെഡി അമ്മാമ്മയാണ് തീ കത്തിച്ച് തന്നിരിക്കുന്നത് എനിക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാമ്മ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഓരോന്ന് ചെയ്ത് തന്നിട്ടാണ് പോയേക്കണം. അപ്പോൾ ഒറ്റയ്ക്ക് ഫോണും പിടിക്കണം, എനിക്ക് പായസം ഇളക്കുകയും വേണം, ഓരോന്നെടുത്ത് ഇടുകയും വേണം. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മാമ്മയ്ക്ക് ഒരു സ്ഥലത്ത് വരെ പുറത്തൊന്ന് ജസ്റ്റ് പോയോണ്ടിരുന്നു. അപ്പോൾ അമ്മാമ്മ ധൈര്യത്തോടെയാണ് എന്നെ ഏൽപ്പിച്ച് പോയേക്കുന്നത്. കാരണം ഞാൻ വിഷുവിൻ്റെ അന്ന് വീട്ടിൽ നിന്ന് ഞാൻ മാമനും അമ്മയ്ക്കും ഉള്ള പാലട ഓൾറെഡി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സെയിം റെസിപ്പി തന്നെയാണ് ഞാൻ ഇതിലിട്ടിരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് 500 ഗ്രാമിൻ്റെ പാലട മട്ട അരിയുടെ അടയാണ് ഇതിൽ ഓൾറെഡി ഇട്ടേക്കുന്നത്. അതും 1 കിലോത്തിൻ്റെയാണ്. അത് ഫുള്ളും ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ വിഷു ആയതുകൊണ്ട് അയൽപക്കത്തുള്ളവർക്കും കൂടെ അമ്മൂമ്മ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് മാമൻ്റെ കൂടെ ചെന്നിട്ട് ഓൾറെഡി ഉണ്ടാക്കുന്നത്. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് പാലും അടയും എല്ലാം മേടിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം കുറവാണ്. അടയിലും മധുരം പിടിക്കുകയും വേണം, പാലിലും ആവശ്യത്തിന് മധുരം വേണം. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇടാം. കാരണം ഇതിലിപ്പോൾ ഞാൻ ചിലപ്പോൾ മധുരം കൂടാം കുറയാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വേണം നിങ്ങളുടെ ഏതിലാണ് മധുരം ഒട്ടും കഴിക്കണവരുണ്ടാവില്ല, മീഡിയം കഴിക്കണവരുണ്ടാവും, ചിലപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടാവും. അങ്ങനെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഷുഗർ ഇടുക. അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ഒരു മിനിമം അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഒരളവ് പറയുന്നില്ല, അതേപോലെ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് അത്രയും പേർക്ക് കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതനുസരിച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒരു 5-8 ചെറിയതൊരു ഏലക്കയാണ്, അതും പഞ്ചസാരയും ഇടിച്ച് വെച്ചതാണ്. അതിലേക്ക് ഒരു ഒരു ടിന്ന് നെയ്യ് ഫുള്ള് ഞാൻ ഒഴിക്കുന്നു. കാരണം അത്രയും ബൾക്കായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഒരു നല്ല നെയ്യുടെ മണം കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല നെയ്യുടെ മണം കിട്ടും. അപ്പോൾ അത് മൊത്തം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്. കാരണം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓൾറെഡി ഇടാറില്ല. അമ്മാമ്മയ്ക്ക് നിർബന്ധമായതുകൊണ്ട് ഓൾറെഡി ഇടാൻ വേണ്ടി ഇത്തിരി വേറൊരു ബോട്ടിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഒറ്റ ബോട്ടിൽ നെയ്യ് മൊത്തം ഞാൻ ഈ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 കിലോത്തിൻ്റെ പാലട പാക്കറ്റാണ് ഇട്ടിരിക്കുന്നത് വേവിച്ചിട്ട്. ഉപ്പിട്ടിട്ടാണ് ഇത്തിരി ലേശം ഉപ്പിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും വെച്ചിട്ട് ആണ് അത് വേവിച്ചിരിക്കുന്നത്. നമുക്ക് അധികം ഒരു കുറുക്ക് പോലെയൊന്നും ആവരുത്. നമ്മൾ ജസ്റ്റ് നോക്കി വേവ് നോക്കി വെച്ചാലും മതിയാവും. എന്നാലാണ് ഈ പായസം കിടക്കുമ്പോൾ അതിലിങ്ങനെ ഇളക്കുമ്പോൾ കണ്ടോ അങ്ങനെ തരിതരി കാണുന്നത്. അതാണ് അപ്പോൾ അങ്ങനെ തരിതരി കാണുള്ളത്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തീയൊക്കെ ആക്കിയപ്പോഴേക്കും ഈ പാല് നല്ലോണം തള വരുന്നതുകൊണ്ട് കളർ ചേഞ്ച് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടകൾ ഇങ്ങനെ നല്ല ഭംഗിയല്ലേ, ഇങ്ങനെ ഓരോരോ ചെറിയ ക്രിസ്റ്റൽ പോലെ ഇങ്ങനെ തിളച്ച് വന്നതാനായിട്ട്. അപ്പോൾ ഇത് നല്ലോണം അത്യാവശ്യം തിളയ്ക്കുന്നുണ്ട് കണ്ടോ. അതിലേക്ക് ഒരു 4-5 പാക്കറ്റ് ബൂസ്റ്റ് ഇടുന്നുണ്ട് ഇതിലേക്ക്. ബൂസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് പാലിൻ്റെ നെയ്യുടെ മണം മാത്രം ഒരു ഇഷ്ടാവത്തില്ല. ബൂസ്റ്റ് ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാലിൽ ബൂസ്റ്റ് ഇട്ടാൽ കുടിക്കും. പാൽ തന്നെയായിട്ട് ഒരിക്കലും ഞാൻ കുടിക്കാറില്ല, എനിക്ക് സ്മെൽ ഇഷ്ടമല്ല. ബൂസ്റ്റ് ഇട്ടാണെന്നുണ്ടെങ്കിൽ ബൂസ്റ്റോ ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടികൾ ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ കുടിക്കും. അപ്പോൾ കളറും മാറും, ടേസ്റ്റും കിട്ടും, സ്മെല്ലും കിട്ടും. അപ്പോൾ പാലിൻ്റെ മണം ഉണ്ടാവില്ല. അപ്പം ഞാനിവിടെ ബൂസ്റ്റ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ എനിക്കറിയില്ലായിരുന്നു ബൂസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും നമ്മൾ സദ്യക്കൊക്കെ കഴിക്കൂലേ, അപ്പോൾ അതേപോലത്തെ തന്നെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ പൊടി ഒരു 4-5 പാക്കറ്റ് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു മിനിമലായിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ ഒരു ചെറിയ ലൈറ്റ് കളറ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്.
അടി പിടിക്കരുത്. പായസത്തിന് ഏറ്റവും മെയിനായിട്ടുള്ളതാണ് പായസം പാത്രത്തിൻ്റെ അടി പിടിക്കരുത്. പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം മൊത്തത്തിൽ കുളമാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണം അതൊന്നും ഒന്നും ഒരു രീതിയിലും പായസം കേടാവരുത്. അവിടെ നിന്ന് കൈ വെച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് നല്ല ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും. എന്നിട്ട് നമ്മൾ അതിലേക്ക് നെയ്യിൽ വറുത്തിച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കാരണം എല്ലാം കൂടെ മിക്സ്ഡായിട്ട് ഉണ്ടാക്കാനുള്ള എന്താ പറയുക, എല്ലാം കൂടി മിക്സ്ഡായിട്ട് ഒന്ന് ഇതാവാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലോണം പിന്നെയും എഗെയിൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ വറ്റി തുടങ്ങി. കാരണം അടകളൊക്കെ ഒന്ന് തിക്കായി, പാലിനോട് എല്ലാം കൂടെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇതെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ടെക്സ്ചറൊക്കെ കുറുതാവുന്ന ഒരു ടെക്സ്ചർ കിട്ടണം. നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും അറിയാൻ പറ്റും. ഒന്ന് ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയൊരു കുറുക്കല്ല, അതൊരു ചെറിയൊരു കട്ടി അത് നമുക്ക് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഓൾറെഡി നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. കണ്ടോ, അടയും ഇതും നല്ല രീതിയിൽ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക, കയ്യിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഇതായി കിട്ടരുത്. അപ്പോൾ ഓൾറെഡി എല്ലാം തിളച്ച് കുറച്ചിടം കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ തിളച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.